യുവേഫ ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടർ ആദ്യപാദത്തിൽ വമ്പൻ ജയവുമായി ആഴ്സണൽ. ഡച്ച് ക്ലബ് PSVയെ നേരിട്ട ആഴ്സണൽ 1-നെതിരെ 7 ഗോളുകളുടെ തകർപ്പൻ ജയമാണ് സ്വന്തമാക്കിയത്. PSVയുടെ മൈതാനത്ത് 18-ാം മിനിറ്റിൽ ആഴ്സണൽ ഗോൾ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചു. ഡെക്ലാൻ റൈസിന്റെ ക്രോസിൽ നിന്ന് ഹെഡറിലൂടെ യൂറിയൻ ടിംബറാണ് ആഴ്സണലിന്റെ ആദ്യ ഗോൾ നേടിയത്. 3 മിനിറ്റിനുള്ളിൽ 17-കാരൻ ഏദൻ നെന്നേരി ആഴ്സണലിന്റെ രണ്ടാം ഗോൾ നേടി. 31-ാം മിനിറ്റിൽ PSVയുടെ പ്രതിരോധ പിഴവ് മുതലെടുത്ത് മിഗേൽ മെറീനോ ആഴ്സണലിന്റെ മൂന്നാം ഗോൾ നേടി. ആദ്യ പകുതി അവസാനിക്കും മുമ്പ് ഒരു പെനാൽറ്റിയിലൂടെ PSV ഒരു ഗോൾ മടക്കി. എന്നാൽ രണ്ടാം പകുതിയിലും ആഴ്സണൽ ഗോളടി തുടർന്നു. 47-ാം മിനിറ്റിൽ നായകൻ മാർട്ടിൻ ഓഡേഗാർഡും 48-ാം മിനിറ്റിൽ ട്രൊസാർഡും ലക്ഷ്യം കണ്ടതോടെ ആഴ്സണൽ 1-നെതിരെ 5 ഗോളുകൾക്ക് മുന്നിലെത്തി. 73-ാം മിനിറ്റിൽ ഓഡേഗാർഡ് മത്സരത്തിലെ തന്നെ രണ്ടാം ഗോൾ നേടി. 85-ാം മിനിറ്റിൽ റിക്കാർഡോ കാലഫിയോറി ആഴ്സണലിന്റെ 7-ാം ഗോളും നേടി വിജയം പൂർത്തിയാക്കി. ഇതോടെ ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിൽ നോക്കൌട്ട് ഘട്ടത്തിൽ എതിരാളികളുടെ മൈതാനത്ത് 7 ഗോളുകൾ നേടുന്ന ആദ്യ ടീമായി ആഴ്സണൽ മാറി. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 54% ബോൾ പൊസിഷൻ PSVക്കായിരുന്നു. 12 ഷോട്ടുകളാണ് PSV ആകെ തൊടുത്തത്. 2 ഷോട്ട് ഓൺ ടാർഗറ്റ്, 444 പാസുകൾ, 82% കൃത്യതയോടെ PSV പൂർത്തിയാക്കി. 15 ഷോട്ടുകളാണ് ആഴ്സണൽ തൊടുത്തത്. 8 ഷോട്ട് ഓൺ ടാർഗറ്റ്, 400 പാസുകൾ, 82% കൃത്യതയോടെ ആഴ്സണൽ പൂർത്തിയാക്കി. രണ്ടാം പാദം മാർച്ച് 13-ന് ആഴ്സണലിന്റെ മൈതാനമായ എമിറേറ്റ്സിൽ നടക്കും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.